ഇന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് കണ്ടു. വേറെ ഒന്നല്ല, ഒരു കൊച്ചു റീൽസായിരുന്നു. ഇത്രയേ ഉള്ളൂ. വീഡിയോയിൽ കാണിക്കുന്ന ഒരു പെങ്കൊച്ചിനെയാണ്. പെങ്കൊച്ചിനെ വെച്ചാൽ ഒരു 10-30 വയസ്സൊക്കെ ആയിട്ടുള്ളൊരു ആൾ. വീഡിയോയിൽ വോയിസിൽ വീഡിയോ എടുക്കുന്ന ആൾ പറയുകയാണ്, കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു ആളുടെ അടുത്ത്. കണ്ണടച്ചിരിക്കാം, കണ്ണടച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം പേരും വയസ്സും ആലോചിക്കാൻ പറഞ്ഞു. എന്തോ എനിക്കിത് കേട്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. ഞാനും അങ്ങനെ തന്നെ ചെയ്തു കേട്ടോ. ഈ ഫോൺ കൈ പിടിച്ചിട്ട് തന്നെ ഞാനിരുന്നിട്ട് കണ്ണടച്ച് എൻ്റെ വയസ്സും എൻ്റെ പേരൊക്കെ ഞാൻ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇതുവരെ കടന്നു വന്ന വഴികളൊന്ന് ചിന്തിച്ച് നോക്കി, ജീവിതത്തിൽ ഈ വയസ്സ് വരെ. അപ്പോൾ ഒരു 40 വയസ്സായാലാണെങ്കിൽ 40 വർഷം കടന്നു വന്നിട്ട് നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നമ്മളുടെ ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ ഈ ഇതുപോലൊരു കയത്തിൽ പെട്ടിട്ട് ഇനി എങ്ങോട്ട് പോവും എന്നറിയാതെ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് തിരിയണം, എന്താ വേണ്ടതെന്നറിയാത്ത നിമിഷങ്ങൾ, അങ്ങനെ ഒത്തിരി എന്തായാലും എല്ലാവരും ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പുകഴ്ത്തി പറഞ്ഞ ആൾക്കാർ, പുകഴ്ത്തി പറഞ്ഞ നിമിഷങ്ങൾ, നമ്മൾ സ്വയം തന്നെ എനിക്കിത് ചെയ്യാൻ പറ്റി എന്ന് ഒരുപാട് സന്തോഷിച്ച കാര്യങ്ങൾ, നമ്മൾ അഭിമാനം കൊണ്ട കാര്യങ്ങൾ, അതുപോലെ നമ്മൾ ഒത്തിരി വിഷമിച്ച കാര്യങ്ങൾ, അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് അല്ല ഈ ഒരു ഏജ് ആയപ്പോഴേക്കും ഇല്ലേ? നിങ്ങൾക്കും അങ്ങനെ ഇപ്പോൾ കണ്ണടച്ചിരുന്നപ്പോൾ തോന്നണില്ലേ? നിങ്ങളൊന്ന് അങ്ങനെ ചിന്തിച്ച് നോക്കിയേ. എന്നെ ഈ കേൾക്കുന്ന ആൾ ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് സ്വന്തം പേരും വയസ്സും ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് ഈ വയസ്സ് വരെ അതൊരു സിനിമ പോലെ ഇങ്ങനെ ഓടി വരും നമ്മുടെ മനസ്സിൽ, ഈ യാത്ര കാണുന്ന പോലെ. ഇതൊക്കെ തന്നെയാണ് ലൈഫ്. ഈ യാത്രയിൽ അങ്ങനെ പലതും ഉണ്ടാവും. നമ്മളിതിനെ ടെൻഷൻ അടിക്കും, പിന്നെ നമ്മളിതിനെ പകച്ച് നിന്ന് എന്ത് വേണം എന്നറിയാതെ ഇനി ഞാൻ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, എങ്ങനെ പറയും, അല്ലെങ്കിൽ എങ്ങനെ എന്ത് എന്നറിയാതെ എന്തിനാണ് നമ്മളിങ്ങനെ പകച്ച് നിൽക്കണം? ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കി. പിന്നെ എന്തിനാടോ നമ്മളിങ്ങനെ വിഷമിച്ചും ദുഃഖിച്ചും അതാലോചിച്ചൊക്കെ ഇരിക്കണം? അതൊക്കെ വിട്ടേക്ക്. സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. ഇതുപോലെ കാഴ്ചകൾ മാറി വരുന്നത് പോലെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ മാറി വരും. നമ്മളതൊക്കെ സന്തോഷത്തോടെടുക്കുക. വിഷമം ഒരു 5 മിനിറ്റ് നേരത്തേക്ക്, പിന്നെ സന്തോഷിക്കും. അങ്ങനെ സന്തോഷിച്ച് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.